ഹലോ കൂട്ടുകാരി, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അതേപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി നിൽക്കുന്നത് നമ്മുടെ വേല കാണാൻ പോകാം കേട്ടോ. നമ്മുടെ മുണ്ടൂര് കുമ്മാട്ടിയാണ്, പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ കുമ്മാട്ടിയിൽ ഒന്നാട്ടോ നമ്മുടെ മുണ്ടൂര് കുമ്മാട്ടി. അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും വേല കാണാൻ വേണ്ടി നമ്മുടെ മുണ്ടൂര് ജംഗ്ഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും അപ്പുക്കുട്ടനൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പുക്കുട്ടൻ്റെ ഏട്ടൻ്റെ ക്ഷമ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെൺകുട്ടികളാണല്ലോ, കുറച്ച് അണിഞ്ഞൊരുങ്ങിയല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ട് ഒരു 5:30-6 മണി ആ സമയത്തായിട്ട് പോയത്. നല്ലോണം വെയിൽ അത്യാവശ്യം താന്നിട്ടായിട്ട് പോകുന്നത്, ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ചൂടാണ് നമ്മുടെ ഈ മുണ്ടൂർ ഭാഗത്തൊക്കെ. ഞങ്ങൾ അവിടെ എത്താനാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല വേലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം തിരക്ക് ഇങ്ങനെ കൂടി വരിക. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ റോഡ് അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. ചെറിയ ചെറിയ വണ്ടികളൊക്കെ കടത്തി വിടുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ തീരെ വണ്ടികളെ കടത്തി വിടില്ല കേട്ടോ. അത്ര നല്ല തിരക്കായിരിക്കും. കാരണം റോട്ടിലും കൂടി നിൽക്കാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ തിരക്കുണ്ടാവുകയെ. പിന്നെ ഓരോരോ ദേശവേലകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പുകുട്ടൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബൊമ്മക്കളിയാണ് കേട്ടോ. കുട്ടിക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് സമാധാനം കിട്ടില്ല കേട്ടോ. അങ്ങനെ കുട്ടി ഏട്ടനും കൂടി മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 7:30 ആ സമയത്താണ് ഏട്ടനെയൊക്കെ കണ്ടുമുട്ടിയത് കേട്ടോ. കാരണം ഒരു 5 മണിക്കാണ് ഏട്ടനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒരു 7:30 സമയത്താണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടുമുട്ടിയത് കേട്ടോ. പിന്നെ ഓരോ ഭാഗത്ത് കണ്ടോ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓരോ ദേശവേലകളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ടു. പിന്നെ ആനകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കൂടുതൽ ആനകളുടെ അടുത്ത് പോയി നിന്ന് വീഡിയോ എടുക്കാനൊന്നും വലിയ ഇതില്ല. കാരണം എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറണമെന്ന് അറിയില്ല. പിന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ DJ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ മുകളിൽ കളിയാണെങ്കിൽ നമ്മുടെ നെഞ്ചൊക്കെ ഇങ്ങനെ ഇതാകുക കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കളിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ കളിച്ചാൽ ശരിയാവില്ല കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ആ കടകളിലൊക്കെ നോക്കി വെറുതെ നമ്മൾ കമ്മലൊക്കെ ഇങ്ങനെ നോക്കില്ല, പെൺകുട്ടികളാണല്ലോ, അങ്ങനെ കമ്മലിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ കുറേ ഇങ്ങനെ കാളവണ്ടി മറ്റേ കാളവേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കഴിഞ്ഞ കുമ്മാട്ടിക്കൊന്നും ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ബൊമ്മക്കളിയൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ വേഷം കെട്ടിട്ട് കളിക്കുന്നുണ്ടാവില്ലേ, മനുഷ്യന്മാരല്ല ഈ സിനിമാ നടന്മാരുടെ ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയായിരുന്നു. ഈ പ്രാവശ്യമായിട്ട് ഈ ബൊമ്മക്കളിയൊക്കെ കാണുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ലോണം ഈ 3 റോഡുണ്ട് കേട്ടോ നമ്മുടെ ഭാഗത്ത്. കാരണം നല്ല തിരക്ക് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക്. ഓരോ ദേശത്തു നിന്നും ദേശവേലകൾ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 7 ഞാൻ പറഞ്ഞില്ലേ, 7:30 ആ സമയത്ത് അപ്പുകുട്ടനും ഏട്ടനും കൂടി എവിടെന്നോ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഭാഗത്ത് ഇങ്ങനെ ഒഴിവ് നോക്കിയിട്ട് നിന്നേ. പിന്നെ കുറച്ച് നേരം അങ്ങനെ നമ്മുടെ പടക്കം പൊട്ടലൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ ഏട്ടനെ കറങ്ങാൻ പോയ സമയത്ത് നമ്മുടെ അപ്പുകുട്ടനെ ചെറിയച്ഛൻ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുകുട്ടൻ മോളിൽ കയറി ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടിക്ക് വലിയ ഭാവവും കാര്യങ്ങളൊന്നുമില്ല. കാരണം കുട്ടിക്ക് ഈ വേഷങ്ങൾ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ. അവനിങ്ങനെ കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ഫെയർ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡാൻസ്. കാരണം അത്യാവശ്യം നല്ല ഈ ഡാൻസ് തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് ഇങ്ങനെ കുന്തി വരികയായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ പോയി നിൽക്കട്ടെ. പക്ഷെ ഞങ്ങൾ ഉന്തി ബാക്കിലേക്കാണ്. കാരണം ഇവരിങ്ങനെ റൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ തീ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ ബാക്കിലേക്ക് ആക്കി നിന്നതാണ് കണ്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ കഴുത്തിൽ കൂടെ മറ്റേ അസ്ഥി കൊടുത്തിട്ട് തലയില്ലേ, അതൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫസ്റ്റ് ടൈം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വലിയ കൗതുകം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അപ്പൂട്ടനാണെങ്കിൽ പിന്നെ എല്ലാം കാണുന്നുണ്ട്. ചെറിയച്ഛൻ്റെ തോളിലാണല്ലോ ഇരിക്കണത്, അവൻ പിന്നെ എല്ലാം കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് ഫുള്ളും DJ പാട്ട് വെച്ചിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. എന്താ കുട്ടി അവിടെ കളി നടക്കുകയാണ്. കുട്ടീൻ്റെ കണ്ണ് മൊത്തം ഫുള്ളും കടകളിലേക്കാണ് കേട്ടോ. ഓരോ ബൊമ്മയും കാര്യങ്ങളൊക്കെ കുട്ടി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനൊക്കെ വീണ്ടും കറങ്ങാൻ പോയിരിക്കാണ്, വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം കുമ്മാട്ടി കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ എല്ലാവരും ഒത്തുകൂടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു. പിന്നെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ഒരുവിധം വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കണത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ്ട ഗായ്സ്. അപ്പോൾ മാക്സിമം അടുത്ത കൊല്ലങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ കുമ്മാട്ടിക്ക് വരാൻ നോക്കുക. കാരണം നമ്മുടെ കുമ്മാട്ടി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ കുമ്മാട്ടിക്കാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്. ഓരോ സിറ്റുവേഷൻ കാരണം എനിക്ക് കുമ്മാട്ടിക്കൊന്നും അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വന്ന സമയത്ത് ഞങ്ങൾ പിന്നെ കഴിക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ലേറ്റായി, ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് നല്ല ചായ അതേപോലെ കുടിക്കുക. ചായയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കാളാനും അതേപോലെ മറ്റേ കോളിഫ്ലവർ ചില്ലി ഐസ്ക്രീം, ഐസ്ക്രീമൊക്കെ ഞാൻ ഒരെണ്ണം ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഇവിടെ കഴിക്കണ തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുക്കുട്ടൻ ചെറിയച്ഛൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഒരു 10 മണി 10:30 ആയ സമയത്ത് ഉണ്ണി ഉറങ്ങണ സമയത്ത് എന്തായാലും വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് അച്ഛൻ നേരെ ഉണ്ണീനെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. എത്ര കൂട്ട് കിട്ടാലും കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛനും ഏട്ടനൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും വീട്ടിൽ പോയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു 4 പേര്
മാത്രമേ അവിടെ നിന്നുള്ളൂ. കാരണം ഇവർ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് ഇവർക്ക് കുറച്ചും കൂടി നേരം നിൽക്കണം പറഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി അവളിങ്ങനെ കഴിക്കട്ടോ. പിന്നെ അവളുടെ കൂടെ കൂടി ഞങ്ങളത് കുറച്ച് നേരം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നു കേട്ടോ. കാരണം നമ്മുടെ 10 മണിക്ക് ശേഷം എല്ലാ ദേശവേലകളും നമ്മുടെ അമ്പലത്തിലേക്ക് വരും കേട്ടോ. അങ്ങനെ എത്ര എത്ര വേലയുണ്ടോ അത്രയും വേലകൾ അമ്പലത്തിൽ കയറിയിട്ടേ പോകുള്ളേ. അങ്ങനെ ലാസ്റ്റ് കമ്പം കത്തിക്കലൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഒരു 12 മണി ആ സമയം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണികളൊക്കെ അവിടെ പുറത്തിരുന്നു കേട്ടോ. കാരണം അവർക്കൊക്കെ നല്ല കാലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പുറത്തിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പോയി നമ്മുടെ ഇങ്ങനെ ചെണ്ടമേളമൊക്കെ കണ്ട് കുറച്ച് നേരം ആസ്വദിച്ച് അങ്ങനെ നിന്നു കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മുകളിൽ കയറിയിട്ടാണ് നിന്നത്. പിന്നെ പോലീസ് മാമന്മാർ അവിടെ തന്നെ നിൽക്കണതുകൊണ്ട് ഒരുപാട് നേരം കൊട്ടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ദേശവേലകളും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കയറി വരാൻ വേണ്ടി അമ്പലത്തിലേക്ക്. പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ നടന്ന് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കാരണം അവർ വിളിച്ചും കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ, എവിടെയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അബി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു സമാധാനമാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളും ഒരു ആൺതരിയും കൂടി ഇങ്ങനെ നടന്നു പോകണം. പിന്നെ ചേച്ചീൻ്റെ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനെ ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വാങ്ങിക്കൊടുത്തിട്ടാണ് പോയത്. പിന്നെ അതൊക്കെ കത്തിച്ചും കൂടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇങ്ങനെ അടുത്ത കുമ്മാട്ടിക്ക് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുമ്മാട്ടി അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീണ്ടും കാണാം.